മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. ഹൈക്കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയതാണ്. ഇതിനെതിരെയാണ് മാത്യു കുടനാടൻ MLA-യും പൊതുപ്രവർത്തകനായിരുന്നു അന്തരിച്ച കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും ഹൈക്കോടതിയെ സമീപിച്ചത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, ഇത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആരോപണം നേരിട്ട ഒരു കേസായിരുന്നു ഈ മാസപ്പടി വിവാദം. ഇതിലിപ്പോൾ വിജിലൻസ് അന്വേഷണമില്ല എന്ന് പറയുന്നു. പക്ഷേ മറുവശത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള, വീണ വിജയനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധിയല്ലേ ഇത്? ഇത് ഈ മാത്യു കുടനാടൻ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, അതിലെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ഞാനിപ്പോൾ ജസ്റ്റ് വിധി കേട്ട് വിധിയുടെ ഓപ്പറേറ്റിംഗ് പോർഷൻ മാത്രം വായിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പോൾ അതിന് കാരണമായി ഒബ്സർവേഷനായി ഞാൻ കണ്ടത് പെറ്റീഷണർക്ക്, അതായത് പരാതിക്കാരനായ എനിക്ക് അഴിമതി നടന്നു എന്ന് സംശയം തോന്നിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ, സംശയകരമായ സാഹചര്യങ്ങളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റായ ഫാക്ട്സ്, അതായത് നടന്നുവെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു. ഇനി കൂടുതൽ തെളിവുകളുമായി കോടതിയെ വീണ്ടും സമീപിക്കുന്ന ഈ അസംമാവില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കീഴ്ക്കോടതി നൽകിയ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് അനവസരത്തിലും അനുചിതവുമാണ്. അങ്ങനെ ആ നിലയിൽ കാണേണ്ട ഒരു സാഹചര്യം അതിലില്ല. അതുകൊണ്ട് ആ ഭാഗം കോടതി റദ്ദ് ചെയ്തു. എന്നാൽ ചോദിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. ഇതാണ് തെളിവ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം, ഇത് മറ്റാർക്കുമെതിരെയല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊട്ടും എളുപ്പമാകില്ല, ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്തിട്ടില്ല. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. തീർച്ചയായിട്ടും ഞാനിത് വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടി ആലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും. തീർച്ചയായിട്ടും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ കഴിയുന്നത് പോലുള്ള പോരാട്ടം അത് ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ്. ആ വാക്ക് ഞാൻ പാലിക്കും. പോരാട്ടം തുടരും. ഇല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം ഇതിനകത്ത് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഉന്നയിച്ച കാര്യങ്ങളുടെ വസ്തുതകളെ നിഷേധിക്കാൻ, അല്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞതോ ഉന്നയിച്ചതോ ആയ കാര്യങ്ങൾ തെറ്റോ കളവോ ഇല്ലാത്തതോ ആണ് എന്ന് നിഷേധിക്കാൻ രാഷ്ട്രീയപരമായി LDF-നോ CPM-നോ അതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ കോടതിയിൽ കേസ് പ്രൂവ് ചെയ്യുന്നതും സ്ഥിരീകരിക്കുന്നതും ഒക്കെ ലീഗൽ ആംഗിളാണ്. ഈ രാജ്യത്ത് ഒരുപാട് അഴിമതിക്കാരും ഒരുപാട് അക്രമികളും ഒരുപാട് കൊലപാതകികളും ഒരുപാട് ബലാത്സംഗം നടത്തിയവരുമൊക്കെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദ ക്രൈം ഹാസ് നോട്ട് ഹാപ്പൻ. എന്നതുകൊണ്ട്
കോടതിയുടെ സാങ്കേതികത്വം പരിമിതിയൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല. ഐ വിൽ മൂവ് ഫോർവേഡ്. അതെ, അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേസ് ഇൻഡെപ്ത് നോക്കിയതനുസരിച്ച് എനിക്ക് 100% ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കോടതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ പച്ചയായ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതിന് ഉപോത്ബലകമായ ഫാക്ട്സും ഉപോത്ബലകമായ ഡോക്യുമെന്റ്സും എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ കോടതി മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ കണ്ടതുപോലെ ആ നിലയിൽ കാണാൻ, പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ആർക്കെതിരെയാണോ പരാതി അയാളെ കോടതിയിൽ വിളിപ്പിക്കുന്നത് പോലും അയാളുടെ റെപ്യൂട്ടേഷനെ ഭയങ്കരമായി ബാധിക്കും എന്നതും കോടതി പരിഗണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കോടതികളും ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിനൊരു മോർ വെയിറ്റേജ് കോടതി കൊടുത്തിട്ടുണ്ടാവും. ബാക്കി ഞാൻ വിശദമായി പഠിച്ചതിന് ശേഷം പറയും. എങ്ങനെ അല്ല, അത് എൻ്റെ മെറിറ്റിലേക്ക് നോക്കാം. വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്? താങ്ക് യു. നിയമപോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ MLA, ഈ കേസിലെ ഹർജിക്കാരനായിട്ടുള്ള മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ, അതായത് ഈ കേസിൽ, മാസപ്പടി കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് തൻ്റെ ബോധ്യമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ CMRL കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ, മാസപ്പടി കേസിൽ അന്വേഷണം നടത്തിയതാണ്. 185 കോടിയുടെ അഴിമതി ഈ CMRL മാസപ്പടി കേസിൽ നടന്നതായിട്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ അന്ന് റിപ്പോർട്ടും സമർപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ മാത്യു കുഴൽനാടൻ ഈ വിജിലൻസ് അന്വേഷണം ആവശ്യം, അതായത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇവിടെ ഹർജിയുമായി മുന്നോട്ട് നീങ്ങിയത്? അവിടെ പ്രത്യേകിച്ചും ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസകരമായിട്ടുള്ളൊരു വിധി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമ്പോഴും മറുവശത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പൂർണ്ണമായും ആശ്വസിക്കാവുന്നതാണോ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, CPM സംബന്ധിച്ച് ഈ വിധി? കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ CPM നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഈ അന്വേഷണം വന്നപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ CPM-ന്റെ നേതാക്കളുടെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി പ്രതിരോധിക്കാൻ രംഗത്ത് വരാറില്ല. പക്ഷേ ഇതിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വീണ വിജയനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അവരെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്ന വിമർശനവുമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അന്ന് അതിന് അവർ പറഞ്ഞ ന്യായം, ഇത് ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയുള്ള വീണ വിജയനെ അത്തരത്തിൽ ആർക്കും ലക്ഷ്യമിടേണ്ട കാര്യമില്ല. അവിടെ ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലെ മുഖ്യമന്ത്രിയെ BJP-യുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായ അന്വേഷണ ഏജൻസികളെ കൊണ്ട് വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് ഓരോ കേസും എടുത്തു പറഞ്ഞാണ് CPM അന്നതിനെ പ്രതിരോധിച്ചത്. അവരുടെ നിലപാട് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ആ രീതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്ന് CPM നേരത്തെ വ്യക്തമാക്കിയതാണ്. വിജിലൻസ് അന്വേഷണം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അത് കോടതി വഴി അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ നടത്തിയത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയ ഹർജിയുമായാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെയും മാത്യു കുഴൽനാടന് അനുകൂലമായ വിധിയല്ല, അല്ലെങ്കിൽ മറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും ആശ്വസിക്കാവുന്ന, അവർക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് CPM-ന്, സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്ന വിധി തന്നെയാണ്. അതിൻ്റെ തുടർ പോരാട്ടം തുടരുമെന്ന് മാത്യു വ്യക്തമാക്കി കഴിഞ്ഞു. മാത്യു പറയുന്നത് ആ വിധിയുടെ പകർപ്പ് ലഭിക്കണം, അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കണം, അതിനുശേഷം ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം, വേണ്ടി വന്നാൽ അവിടെയും തിരിച്ചടി ഉണ്ടായാൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. പക്ഷേ സർക്കാരിന്, CPM-ന് ഇത് വലിയ ആശ്വാസമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടകര കേസുമായി ബന്ധപ്പെട്ട കൊടകര കേസിൽ സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ച കുറ്റപത്രം പൂർണ്ണമായും തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് BJP-യുടെ നേതാക്കൾക്ക് അനുകൂലമായ ഒരു നിലപാടുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ CPM അവർക്കെതിരെ വലിയ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ സംസ്ഥാന വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകളിലേക്ക് CPM മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതും ഇതുമായി സ്വാഭാവികമായും CPM കൂട്ടിച്ചേർക്കുമെന്നും ഉറപ്പാണ്. കേന്ദ്ര ഏജൻസികൾ BJP-യുടെ രാഷ്ട്രീയ ഉപകരണമാണ്. അത് BJP നേതാക്കൾക്ക്, BJP-ക്ക് സംരക്ഷണം നൽകാനുള്ള
ഉപകരണമാണ്. മറുഭാഗത്ത് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കാനും അവരെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാനുമാണ് കേന്ദ്ര ഏജൻസി ശ്രമിക്കുന്നത്. അതാണ് ഈ മാസപ്പടി കേസ് സംഭവിച്ചതെന്ന് CPM നേരത്തെ പറഞ്ഞതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളും ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാൻ CPM ഒരു ആയുധമായി കൂടി ഈ ഹൈക്കോടതി വിധി മാറുമെന്ന ഉറപ്പാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും വ്യക്തിപരമായും വലിയ ആശ്വാസം നൽകുന്നതാണ്. തീർച്ചയായും CPM ഇത് ആയുധമാക്കും. മാത്രമല്ല CPM-നെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, നിയമപോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിധിയെക്കുറിച്ച്, അതായത് എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്നെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തായിരിക്കും അടുത്ത മാത്യു കുഴൽനാടന്റെ നീക്കം? ടോം, എന്തായാലും കോടതിയുടെ വിശദമായ വിധിപ്പകർപ്പ് വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കാം. എന്തായാലും ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം അത് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരത്തിലുള്ള ഹർജി എന്നായിരുന്നു വിജിലൻസ് കോടതി പറഞ്ഞിരുന്നത്. അതിനെ ആ പരാമർശത്തെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും വിചാരണ കോടതിയുടെ അത്തരത്തിലുള്ള പരാമർശം അനാവശ്യമാണ് എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തനിക്ക് ബോധ്യമുള്ള ഇതിലൊരു അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഹർജി അതിൽ വിശദമായി പഠിക്കട്ടെ, എന്താണ് കോടതിയുടെ നിരീക്ഷണം എന്ന് വിശദമായി പഠിച്ചതിന് ശേഷം തുടർ നടപടികൾ അത് പാർട്ടിയുമായിട്ടൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ മറ്റ് നിയമവിദഗ്ധരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു ഹർജിയുമായി മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ഇനി തുടർ നടപടി ഏത് വിധത്തിലാകാമെന്ന് പരിശോധിക്കുക എന്നാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ച ശേഷം അദ്ദേഹം മടങ്ങിയത്. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം പ്രതിപക്ഷം വലിയ രീതിയിലായിരുന്നു ഈ മാസപ്പടി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിജിലൻസ് കോടതി ഹർജി ആദ്യം തള്ളുന്നു. അതിനുശേഷം ആദ്യം മൂവാറ്റുപുഴ കോടതി, പിന്നീട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഈ ഹർജി തള്ളുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി കൂടി ഈ ഹർജി തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് തുടർ നടപടി കേസുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. ഹൈക്കോടതി മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഗുണ്ടയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ SIക്ക് കുത്തേറ്റു. പൂജപ്പുര SI സുധീഷിനാണ് കുത്തേറ്റത്. തിരുമല സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ശ്രീജിത്ത് ഉണ്ണിക്കെതിരെ പോലീസ് കേസെടുത്തു. VV അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ലഹരിക്കെതിരെ മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ യുവാക്കൾ അതിക്രമം കാട്ടുന്ന പല സംഭവങ്ങളും നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇന്നലെ അരുൺ തന്നെ തിരുവനന്തപുരത്ത് DYFI നേതാവിനെ കഞ്ചാവ് കേസിലെ പ്രതി ആക്രമിച്ച വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പൂജപ്പുര SIക്കെതിരെ എങ്ങനെയായിരുന്നു ആക്രമണം ഉണ്ടായത്? ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ പ്രതിയെ ഈ ഗുണ്ടയെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ആക്രമണം? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് പോലീസ് 8 മണിയോട് കൂടിയാണ് പൂജപ്പുര പോലീസിലെ കോൾ വരുന്നത്. ഈ പ്രദേശത്ത് ഒരാൾ ശ്രീജിത്ത് ഉണ്ണി എന്നയാൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു. അവിടെ നാട്ടുകാർക്ക് വലിയ ഭീഷണിയായി മാറുന്നു അയാൾ. അവിടെ പോലീസ് എത്തണമെന്ന ആവശ്യമാണ് ആ കോളിലൂടെ ഉണ്ടായിരുന്നത്. പോലീസ് അവിടെ എത്തുന്നു. ഇയാളോട് സ്റ്റേഷനിലേക്ക് വരാൻ അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം വരാൻ പോലീസ് ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ അവിടെ അക്രമാസക്തനായി മാറുകയാണ് ഉണ്ടായത്. അയാൾ SIയെ തള്ളി താഴെയിടുന്നു. അയാളുടെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വയറിൽ കുത്താൻ ശ്രമിക്കുന്നു. ആ കുത്ത് തടയുമ്പോഴാണ് SIയുടെ കൈവിരലിൽ കുത്തേൽക്കുന്നത്. FIR പറയുന്നത് വയറിൽ കുത്തി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ അത്തരമൊരു കാര്യം ചെയ്തതെന്നാണ്. പക്ഷേ SI കൈകൊണ്ട് തടയുകയും കയ്യിൽ കുത്തേൽക്കുകയുമായിരുന്നു. കയ്യിൽ അത്ര സാരമായ പരിക്കല്ല, എങ്കിലും
അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാൾ സ്ഥിരം കുറ്റവാളിയാണ്, അല്ലെങ്കിൽ സ്ഥിരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നയാളാണ്. കാപ്പ ചുമത്തി നേരത്തെ ജയിലിൽ അടച്ചിട്ടുള്ളയാളാണ് ശ്രീജിത്ത് ഉണ്ണി എന്ന ഈ പ്രതി. അയാൾക്കെതിരെ ലഹരി കേസുകളുമുണ്ട്. അത് വിൽപ്പനയും ഉപയോഗവും ഒക്കെ ഉള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പൂജപ്പുര പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ലഹരി വ്യാപനം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായി മാറുന്നു. അത് പലയിടത്തും അത് മദ്യമായാലും അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ലഹരിയും അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള ലഹരിയും ഒക്കെ ആയാലും അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും അത് ഒരു പ്രദേശത്തെ സമാധാന നില കൂടി തകർക്കുന്ന ഒന്നാണ്. അത്തരമൊരു സമാധാന അന്തരീക്ഷം തകർന്ന സ്ഥലത്താണ് പൂജപ്പുര SI എത്തുന്നത്. അവരുടെ സ്വാഭാവികമായ അവരുടെ ജോലിയുടെ ഭാഗമാണിത്. പക്ഷേ അപ്പോൾ ആ പ്രതി പോലീസിനെയും ആക്രമിക്കുന്ന ഇന്നലെ അവിടെ ഉണ്ടായത്. കഴിഞ്ഞ കുറേ നാളുകളെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ രീതിയിൽ തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്ക് അടിമകളായിട്ടുള്ളവർ പോലീസിനെ ആക്രമിക്കുന്ന, പൊതുജനങ്ങളെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. കോട്ടയത്ത് ഒരു ക്രിമിനൽ കേസ് പ്രതി പോലീസുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം കോട്ടയത്ത് തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുൻപാണ് ഒരു ലഹരിക്കടിമയായ യുവാവ് പോലീസുകാരനെ ആക്രമിച്ചു. അങ്ങനെ ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാരുടെ സുരക്ഷ അത് കാര്യമായി ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമല്ലേ? എങ്ങനെയായി? കാരണം പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ ലഹരി സംഘങ്ങളെ പിടികൂടാൻ പോകുമ്പോൾ ആക്രമണത്തിന് ഇരകളാകുന്ന നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ പോലീസിന്റെ സുരക്ഷ സംബന്ധിച്ച് ഇതുപോലുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ളൊരു വിദഗ്ധമായിട്ടുള്ള പരിശീലനമൊക്കെ പോലീസിന് നൽകേണ്ടതില്ലേ അരുൺ? തീർച്ചയായിട്ടും അത്ര പരിശീലനമൊക്കെ പോലീസിന് ഇപ്പോൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, നേരത്തെയൊക്കെ പോലീസിനെ കണ്ടാൽ കുറ്റവാളികൾ ഓടി രക്ഷപ്പെടുന്ന ആണ് പതിവെങ്കിൽ പോലീസ് ജീപ്പിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ ഓടി രക്ഷപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞുവെന്ന് പോലീസുകാർ തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നു. പോലീസ് വരുമ്പോൾ എന്ത് കുറ്റം ചെയ്ത് നിൽക്കുന്നയാളായാലും അവരെ എതിർക്കാനാണ് അല്ലെങ്കിൽ പ്രതിരോധിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അവരുടെ കൈവശം ആയുധമുണ്ടെങ്കിൽ പോലീസിനും അത് വലിയ വെല്ലുവിളിയാണ്. പോലീസിൻ്റെ കയ്യിൽ സ്വാഭാവികമായി അവർക്ക് ഉപയോഗിക്കാവുന്ന ആയുധം ലാത്തിയോ മറ്റോ ആയിരിക്കാം. തോക്കൊക്കെ ഉപയോഗിക്കുന്നതിന് ആ ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഏത് വിധേയയും ആക്രമിക്കാൻ ഇത്തരം പ്രതികൾ ഈ ലഹരി ഉപയോഗിച്ച് നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ അവർക്ക് ആ സമയത്ത് ബോധമുണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആക്രമണങ്ങൾ പലപ്പോഴും പോലീസ് നേരിടേണ്ടി വരുന്നുണ്ട്. കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി പോലീസ് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ അവരുടെ ജീവൻ പോലും പണയം വെച്ചോ അല്ലെങ്കിൽ അതുപോലും നോക്കാതെ ഇടപെടേണ്ട സാഹചര്യങ്ങളുമുണ്ട്. അതുതന്നെയാണ് ഇത്തരം അക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണം. പോലീസുകാർക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെയും അല്ലെങ്കിൽ മറ്റു മദ്യം പോലുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെയും ഒക്കെ ആക്രമണമോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു അവസാനത്തെ ഇരയായി വേണം നമുക്ക് പൂജപ്പുര SIയും കാണേണ്ടത്. ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കുത്ത് ഒതുങ്ങുന്നു. അത് വയറിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായേനെ. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നു. പോലീസുകാരുടെ ജീവൻ പോലും ആ രീതിയിൽ ഭീഷണിയിലാണ്. അവരാണ് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. പക്ഷേ അവർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് കൂടി ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ്. ടോം, വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് മദ്യലഹരിയിലാണ് ഗുണ്ടാ നേതാവ് പോലീസിനെ ആക്രമിച്ചത്. പൂജപ്പുര സ്റ്റേഷനിലെ SIക്ക് നേരെയായിരുന്നു ആക്രമണം. കുത്തേറ്റ SI ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. जो कुछ बात നല്ല മണമുണ്ട് आपको लड़की को ज्यादा मारेगा ज्यादा मारेगा आप ही इनको नहीं बोलेगा ना रास्ता भूल गया नहीं मारेगा नहीं मारेगा ये क्या? अरे यार सब लोगों को बोलकर तुम लोगों को ज्यादा എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ യുവതി പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. യുവതി മുഖത്തിടിച്ചുവെന്നും തള്ളിയിട്ടുവെന്നുമാണ് പോലീസിന്റെ പരാതി. നേപ്പാൾ സ്വദേശിനി ഗീതയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് കഴിഞ്ഞ രാത്രി നടന്ന സംഭവമാണ്. എന്താണ് ഈ യുവതിയും നേപ്പാൾ സ്വദേശിനിയായ യുവതിയും സുഹൃത്തും പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവർ മദ്യലഹരിയിലായിരുന്നോ അതോ കഞ്ചാവ് ലഹരിയിലായിരുന്നോ?
ടോം, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. അങ്കമാലി അയ്യൻകുഴിയിൽ ബൈക്കിൽ രാത്രി ഏറെ വൈകി ഈ ഗീത, നേപ്പാൾ സ്വദേശിയായ ഗീത നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. കാരണം ഒരുപാട് രാത്രിയായി, അങ്ങനെ അവിടെ പരിചയമില്ലാത്തൊരു സ്ത്രീ രാത്രി സമയത്ത് ഒരു ബൈക്കിൽ ചാരി നിൽക്കുന്നതാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത്. ഇതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അവിടെ എത്തി. ആ സമയത്ത് തന്നെ ഗീതയോടൊപ്പം മറ്റൊരു ആള് കൂടി ഉണ്ടായിരുന്നു, ഒരു യുവാവ്. ആ യുവാവിനോടും കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇവർ പ്രകോപനത്തെ തുടർന്ന് പോലീസിനെ ആക്രമിച്ചത്. ആദ്യം എത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തിടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി. പിന്നീട് അവരും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇവരെ കീഴടക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ ഇവർക്ക് ലഹരി ഇടപാടുണ്ടോ എന്നൊരു സംശയമൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് അതിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്യലഹരിയിലാണ് ഇവർ ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഗുരുതരമായി 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരൊക്കെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇരുവർക്കും എതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇരുവരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമിക്കുന്ന സമയത്ത് ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നവമി, ഇതിനു മുൻപ് ഏതെങ്കിലും ലഹരി കേസിലോ മറ്റോ പിടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിയാകപ്പെട്ടിട്ടുള്ള വ്യക്തികളാണോ ഇവർ? കാരണം ഇങ്ങനെ പോലീസ് ഈ നേപ്പാൾ സ്വദേശിനിയായ ഗീതയും സുഹൃത്തിനെയും ഇങ്ങനെ പോലീസ് ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ്? ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഇവർക്കെതിരെ കേസുകളുണ്ടോ? ഇങ്ങനെ സ്ഥിരം അക്രമ സ്വഭാവം കാണിക്കുന്നവരാണ് ഇവർ? ടോം, അതിനെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇരുവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസ്വാഭാവിക സാഹചര്യത്തിൽ ഗീത നിൽക്കുന്നത് കണ്ട്, അതായത് രാത്രി ഏറെ വൈകിയും ഒറ്റപ്പെട്ട ഒരിടത്ത് ഗീത നിൽക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഗീതയോടൊപ്പം ആൺസുഹൃത്തും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതെന്നാണ് നാട്ടുകാരും ഒപ്പം പോലീസും വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലിയിലാണ് മദ്യലഹരിയിൽ യുവതിയും സുഹൃത്തും ചേർന്ന് പോലീസിനെ കയ്യേറ്റം ചെയ്തത്. കോട്ടയം മുത്തോലി പഞ്ചായത്തിലെ UD ക്ലർക്കിനെ കാണാനില്ലെന്ന് പരാതി. പഞ്ചായത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ UD ക്ലർക്ക് ബിസ്മിയാണ് കാണാതായത്. രാവിലെ 10:30 വീടിന് അടുത്തു നിന്ന് ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കാണാതായ UD ക്ലർക്ക് ബിസ്മി, ഇവർ 3 കുട്ടികളുടെ അമ്മയാണ്. വീട്ടിലെന്തെങ്കിലും പ്രശ്നത്തെ തുടർന്നാണോ വീട് വിട്ട് പോയത്? ഇവരെവിടെ ഉണ്ട് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഇവരെവിടെ എത്തി എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും പോലീസിന് യാതൊരു വിവരവും ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഒന്നാമത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വിടുന്നുമില്ല. പ്രത്യേകിച്ച് ടോം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 3 കുട്ടികളുടെ അമ്മയാണ്. ഏറ്റവും ഇളയ കുട്ടിക്ക് 2 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 41 വയസ്സാണ് ഈ ബിസ്മിക്കുള്ളത്. എന്തായാലും ഇവർ രാവിലെ കയറിപ്പോകുന്നൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ വീട്ടുകാർ അത് സ്ഥിരീകരിക്കുന്നില്ല. പഞ്ചായത്ത് അധികൃതരും മറ്റുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ബിസ്മിയാണ് എന്നവർ ബസ്സിൽ കയറിപ്പോകുന്നതായുള്ള ഒരു CCTV ആണ് പുറത്തു വരുന്നത്. എന്തായാലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്
ഇതിൽ നിന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ ബിസ്മി പോകുന്നു. അതിനുശേഷം വൈകിട്ടും തിരിച്ച് കാണാതെ വന്നതോടെയാണ് ഭർത്താവ് പഞ്ചായത്തിൽ അന്വേഷിച്ചു വരുന്നത്. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പഞ്ചായത്തിൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് അവിടെ എത്തിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് കേസ് അന്വേഷിച്ചു വരുന്നു. എവിടെയാണ് ബിസ്മി എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വൈകാതെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ടോം, തീർച്ചയായും ഇവർ തനിയെ പോകാനുള്ള സാധ്യത തന്നെയായിരിക്കാം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ശ്രീജിത്തിനെ ഭർത്താവുമായി അതല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും പതിവായി ഇതുപോലെ പ്രശ്നങ്ങളുണ്ടോ? ഇതിനു മുൻപ് പോലീസിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനമോ മറ്റോ പരാതിയുമായി ഈ യുവതി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇവരെ കാണാനില്ല എന്ന പരാതിയിൽ കുടുംബത്തിൻ്റെ സംശയം എന്താണ് ശ്രീജിത്ത്? കുടുംബത്തിന്റെ സംശയം അവർ പൂർണ്ണമായും തുറന്നു പറയുന്നില്ല ടോം. അതാണ് ഒരു പ്രധാനപ്പെട്ടത്. കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് കുടുംബം പ്രകടിപ്പിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ ഗാർഹിക പീഡന പരാതി എന്തെങ്കിലും വന്നതായുള്ള വിവരം പോലീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും പക്ഷേ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും ഒരുപക്ഷെ മാറി നിൽക്കുന്നതായിരിക്കാം എന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും പോലീസ് പലതരത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫോൺ നമ്പർ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള സൈബർ സെൽ ലൊക്കേഷനൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടത്തി വരുന്നുണ്ട്. എന്തായാലും എവിടെ ആണ് ബിസ്മി എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത വരുത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. യുവതിയെ കോട്ടയത്ത് നിന്ന് കാണാതായ യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. ഇവർ ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഭർത്താവുമായി ചെറിയ രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. എമ്പുരാൻ സിനിമയെ എതിർത്തും അനുകൂലിച്ചും സൈബർ പോര് തുടരുന്നു. സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതിനിടയിൽ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഗോത്ര കലാപം പരാമർശിക്കുന്നതിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയെന്നാണ് സിനിമയെ അനുകൂലിക്കുന്നവരുടെ വാദം. അതേസമയം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമ എന്ന ചർച്ച ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിവിടുന്നുണ്ട്. TG സജിത്ത് ചേർന്നു വിവരങ്ങളുമായി. സജിത്ത്, എമ്പുരാൻ സിനിമ വലിയ തരംഗം, തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നു. അതിനിടെയാണ് ഇന്നലെ ആദ്യത്തെ ഒരു ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഈ സിനിമയ്ക്കെതിരെ ഒരു വശത്ത് റീൽസുകളിലൂടെ നെഗറ്റീവ് റിവ്യൂകൾ ഇറക്കുന്നു, മറുവശത്ത് സൈബർ ആക്രമണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനെതിരെ വലിയ ആക്രമണം തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രത്യേകിച്ചും ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. ഇത് ഏത് തലത്തിലേക്കാണ്? ദേശീയ തലത്തിലേക്ക് പോലും ഇതിൻ്റെ ഈ സൈബർ ആക്രമണം നീങ്ങുന്നു, ഈ സിനിമ ചർച്ചയാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ടോം, അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ പുസ്തകങ്ങളും സിനിമകളും നാടകങ്ങളും ഒക്കെ വിവാദമുണ്ടാക്കുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സിനിമ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി വിവാദമായി മാറുന്നത്. ഒരിക്കലും എമ്പുരാൻ സിനിമയുടെ തുടക്ക ദിവസങ്ങളിലെ ചർച്ചകളിലൊന്നും ഇതിൻ്റെ ഒരു പ്രമേയം ഇത്രയധികം വിവാദമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ബജറ്റാവട്ടെ, അതിൻ്റെ നിർമ്മിതിയുടെ പ്രത്യേകതകളാവട്ടെ, ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ചയായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഈ സിനിമയുടെ പ്രമേയം, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെ പ്രധാന ചർച്ചയായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഗോത്ര കലാപം സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ ഈ സിനിമ പങ്കുവയ്ക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് സംഘപരിവാർ നേതാക്കളാണ് രംഗത്ത് വന്നത്. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരം പ്രചരണങ്ങളായിരുന്നു. സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യണം, ബാൻ ചെയ്യണം, ബഹിഷ്കരിക്കണം, ഇങ്ങനെയുള്ള പല നീക്കങ്ങളും ഉണ്ടായി. സിനിമ ബുക്കിംഗ്, സിനിമ കാണുന്നതിന് വേണ്ടി എടുത്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകളടക്കം പ്രചരിപ്പിച്ചു
അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ ആ നീക്കമുണ്ടായത്. എന്നാൽ ഇതിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ തന്നെ ചില ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് BJP ഇന്ന് നമ്മൾ കണ്ടതാണ്. അല്പസമയം മുമ്പ് BJP അവരുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗികമായി അവർ തന്നെ വിശദീകരിക്കുന്നത് സിനിമയെ ബാൻ ചെയ്യാനോ സിനിമയ്ക്കെതിരെയോ BJPയുടെ ഔദ്യോഗിക മുഖത്തുള്ള ആരും അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല. അത്തരം നീക്കം തങ്ങൾ നടത്തില്ല. സിനിമയുടെ വഴിക്ക്, പാർട്ടിയുടെ വഴിക്ക്, ഇതാണ് BJP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പക്ഷേ സംഘപരിവാർ സംഘടനകളിലെ തീവ്ര നിലപാടുള്ളവർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. അവർ ഈ സിനിമ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം ചോദ്യം ചെയ്യുക തന്നെയാണ് ശ്രമിക്കുന്നത്. ഹിന്ദു വിരുദ്ധത ഈ സിനിമ പ്രചരിപ്പിക്കുന്നു എന്ന വാദമാണ് ഉയരുന്നത്. ദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചയാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ആ തരത്തിൽ പോവുകയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പൃഥ്വിരാജിനെതിരെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ പ്രകടമായി തന്നെ നടക്കുന്നുണ്ട്. നടൻ മോഹൻലാലിനെതിരെ നടക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ നടൻ സുരേഷ് ഗോപി, BJP നേതാവും BJPയുടെ MPയും കേന്ദ്രമന്ത്രിയും ഒക്കെയായ സുരേഷ് ഗോപിക്ക് നന്ദി പറയുന്നുണ്ട്. ഗുജറാത്ത് സർക്കാരിന്, ഗുജറാത്ത് ടൂറിസത്തിന് നന്ദി പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണയോടെ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ ഇത്തരമൊരു ഇതിവൃത്തം, ഇത്തരമൊരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് അവരെ കുഴയ്ക്കുന്ന വിഷയം. അതാണ് ഇപ്പോൾ ഈ സംഘപരിവാറിന്റെ ഈ നീക്കങ്ങൾക്കൊക്കെ കാരണമാവുന്നത്. ഇതിനുമപ്പുറം, ഈ ഗോദ്ര കലാപത്തിനുമപ്പുറം ഈ സിനിമയിലെ ചില കഥാപാത്രങ്ങൾക്ക് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ രൂപസാദൃശ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഈ കഥാപാത്രത്തിന്റെ നിർമ്മിതി ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട്. ഇതും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പരസ്യ നീക്കത്തിലേക്ക് പോവാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളും സംഘപരിവാർ കേന്ദ്രങ്ങളും പൊതുവിൽ നടത്തുന്നത്. രാവിലെ മുതലുള്ള നമ്മുടെ ചർച്ചയിലടക്കം പ്രതികരിച്ചവരൊക്കെ അത്തരമൊരു നിലപാടാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. അതേസമയം ഈ സിനിമ ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, ഈ സിനിമ ഇടത് രാഷ്ട്രീയത്തെയും വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനമുണ്ടെങ്കിൽ കൂടിയും പൊതുവിൽ ഇടത് നേതാക്കളും ഈ സിനിമയെ ഏറ്റെടുക്കുന്നു എന്നതാണ്. സമീപകാലത്ത് ഏറ്റവും നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമ എന്നതാണ് ഈ എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് ചർച്ച നടക്കുന്നത്. എന്തായാലും BJPയെയും BJP നേതാക്കളെയും വിമർശിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ സിനിമയെ ഏറ്റെടുക്കുകയാണ്. ഏറ്റവും അനുകൂല മികച്ച രാഷ്ട്രീയം പറയുന്ന സിനിമ എന്ന തരത്തിൽ അവർ പ്രചരണം നടത്തുകയാണ്. എന്തായാലും സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ എമ്പുരാൻ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. സജിത്ത്, അത് ഇന്നലെ സിനിമ ഇറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ വലിയ രീതിയിൽ പുറത്തിറങ്ങിയിരുന്നു. അത് സൈബറിടത്ത് തന്നെ നെഗറ്റീവ് റിവ്യൂ റീൽസുകൾ ഇറങ്ങിയിരുന്നു. അങ്ങനെയെങ്കിൽ അതിന് പിന്നിലും ഒരു അജണ്ടയുടെ, ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായി തന്നെ അത് കാണേണ്ടതല്ലേ? അതിന് പിന്നിലും പ്രവർത്തിച്ചത് ഈ സംഘപരിവാർ അനുകൂല സംഘടനകളാണ് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അത്തരം സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല ടോം. പക്ഷേ നമ്മളറിയാം, പലപ്പോഴും ഈ സിനിമകളിൽ പോസിറ്റീവും നെഗറ്റീവുമായ റിവ്യൂകൾ ധാരാളമായി ഉണ്ടാവാറുണ്ട്. പല പ്രധാനപ്പെട്ട സിനിമകളുടെയും ആദ്യ ദിവസം തന്നെ ഈ തെറ്റായ ചില റിവ്യൂകൾ ആ സിനിമയുടെ പിന്നീടുള്ള ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന നീക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എമ്പുരാൻ സിനിമയിലും തുടക്കം തന്നെ അതുണ്ടായി എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അത്തരം നെഗറ്റീവ് റിവ്യൂകൾ പൊതുവിൽ ഇന്നലെ ബോധപൂർവമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇതിവൃത്തം, ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ബോധപൂർവമായ ഡീഗ്രേഡിംഗ് വിവാദവും ഇന്നലെ ഉയർന്നു വന്നത്. അത് സ്വാഭാവികമായും ഇതുമായി കൂട്ടി ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഈ ഡീഗ്രേഡിംഗ് നീക്കങ്ങൾക്ക് സംഘപരിവാർ ഗ്രൂപ്പുകൾക്കൊന്നും ബന്ധമില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മളുമായി സംസാരിച്ച എല്ലാ നേതാക്കളും പറയുന്നത്, ഞങ്ങളാരും ബോധപൂർവമായി ഈ സിനിമ ബാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കെതിരെയോ നീക്കം നടത്തില്ല. ഇതിൻ്റെ പ്രമേയത്തോട് ഞങ്ങൾക്ക് വ്യക്തമായ എതിർപ്പുണ്ട്. എന്നിരുന്നാൽ കൂടിയും അത്തരമൊരു നീക്കം, സിനിമയെ ഇല്ലാതാക്കുന്ന ഒരു നീക്കം തങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് അവരുടെ വാദം. പക്ഷേ സ്വാഭാവികമായും ഈ വിവാദങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഡീഗ്രേഡിംഗ് ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും. കാരണം കേരള സ്റ്റോറിക്ക് ശേഷം ഇത്രയധികം രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു സിനിമ, ഇതിനൊരു പ്രത്യേകിച്ചും ഒരു ഹോളിവുഡ്, ഒരു ബോളിവുഡ് നിലവാരത്തിലുള്ള സിനിമ എന്ന രീതിയിൽ പ്രകീർത്തിക്കപ്പെടുമ്പോൾ പോലും ഈ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദം സിനിമയെ ഏതെങ്കിലും രീതിയിൽ സിനിമയുടെ പ്രചരണത്തെ അത് ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബോധപൂർവം ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്? BJP പറയുന്നുണ്ട് അത്തരമൊരു ആഹ്വാനം ഇല്ല, BJPയുടെ നേതൃത്വം അത്തരമൊരു ആഹ്വാനം നൽകിയിട്ടില്ല എന്ന്. പക്ഷേ
ഇപ്പോഴും സിനിമയ്ക്കെതിരെ ഒരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ടല്ലോ, അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സജിത്ത്? ടോം, ഈ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിവാദങ്ങളും ഫലത്തിൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് തിരിച്ചറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിവാദം ഉണ്ടാക്കിയവർ തന്നെ. കാരണം ഈ വിവാദങ്ങളുടെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഗുണഫലം ഉണ്ടാവുക സിനിമയ്ക്ക് തന്നെയാവും. കാരണം അത് നേട്ടമാവും, ചർച്ച ചെയ്യപ്പെടും. വിവാദമാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ കൂടിയും ചർച്ച ചെയ്യപ്പെട്ടാൽ ആ സിനിമ കാണാൻ ആളുകൾ കൂടുതലായി എത്തും എന്ന സാഹചര്യമാണ് പൊതുവിലുണ്ടായത്. അത് തന്നെയാണ് സംഭവിച്ചതും. നമ്മൾ അതിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോഴും ഉണ്ടായ സാഹചര്യവും അതാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ ഉണ്ടാവുന്നു. ഇന്നലെ മാത്രം 22 കോടിയാണ് സംസ്ഥാനത്ത് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മൊത്തം കളക്ട് ചെയ്യപ്പെടുന്നത്. കേരളം കഴിഞ്ഞാൽ പിന്നെ തെലുങ്കിൽ നിന്നാണ്, തെലുങ്ക് പതിപ്പിലാണ് ഏറ്റവും അധികം കളക്ഷൻ. പിന്നീട് ഹിന്ദി, തമിഴ് അടക്കമുള്ള ഭാഷകളിൽ നിന്നും മികച്ച കളക്ഷൻ ഈ സിനിമ ആദ്യ ദിവസം നേടിയിട്ടുണ്ട്. ഇന്നലത്തെ റിലീസ് ദിവസത്തിന് പിന്നാലെ ഇന്നത്തെ ദിവസവും നിറഞ്ഞ സദസ്സിലാണ്, ഹൗസ്ഫുൾ ആയിട്ടാണ് ഈ സിനിമ വിവിധ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. അതുകൊണ്ട് വിവാദങ്ങൾ പൊതുവിൽ എമ്പുരാൻ സിനിമയ്ക്ക് നേട്ടമാക്കിയിട്ടുണ്ട്. ആ നേട്ടമാക്കുക തന്നെയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ സിനിമ ഇങ്ങനെയൊരു പ്രമേയം ഉണ്ടാകുമെന്നത് ആദ്യം ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഉയർന്നു വന്നതല്ല. പക്ഷേ ഈ പ്രമേയം ഇതാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അതൊരു പുതിയ തലത്തിലേക്ക് വിവാദം മാറുകയും ആ സിനിമയുടെ ഹോളിവുഡ് ശൈലിയോ അല്ലെങ്കിൽ കോടികൾ മുടക്കിയുള്ള പടത്തിൻ്റെ നിർമ്മിതിയോ അതൊന്നുമല്ല പിന്നീട് ചർച്ചയായത്. മറിച്ച് അത് പങ്കുവയ്ക്കുന്ന പ്രമേയം, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അതിലേക്ക് തന്നെ ചർച്ചകൾ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അത് ഫലത്തിൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ ഡീഗ്രേഡിംഗ് പ്രചരണങ്ങളൊക്കെ, ഈ നെഗറ്റീവ് പ്രചരണങ്ങളൊക്കെ ഒരുപക്ഷെ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഒരു പ്രചരണമുണ്ടാക്കുന്നു, അനുകൂല ഘടകമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കോടികൾ, അത് റെക്കോർഡ് കളക്ഷനിലേക്ക് തന്നെ സിനിമ ആദ്യ ദിവസം തന്നെ പോകുന്നു. എന്തായാലും അത്തരമൊരു ബോധപൂർവം ഈ സിനിമയിലെ ഈ പ്രമേയം, അത് രാഷ്ട്രീയ പ്രമേയം കൊണ്ടുവന്നതാണോ, അതൊക്കെ അതിനുള്ള മറുപടി ലഭിക്കേണ്ടത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊട്ടേഷൻ കൊലപാതകം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാനാകാതെ അന്വേഷണ സംഘം. 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നേരത്തെ തന്നെ ലഭ്യമായ വിവരം. ഇവരുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ മൊഴി ഇന്ന് വീണ്ടും എടുക്കും. എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ഏറെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തിയൊരു സംഭവമായിരുന്നു ഗുണ്ടാ നേതാവ് സന്തോഷിൻ്റെ കൊലപാതകം. സന്തോഷിനെ കൂടാതെ സന്തോഷിൻ്റെ സുഹൃത്ത് അനീറിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഈ സംഭവം നടന്ന് ഒരു ദിവസം കഴിയുന്നു, ഇതുവരെയും പ്രതികളെക്കുറിച്ചൊരു സൂചനയുമില്ല. ഇവർ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? പ്രതികൾക്കായി പോലീസ് വലവിരിച്ച് തന്നെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഈ പോലീസ് അന്വേഷിക്കുന്ന 5 പ്രതികളും കൊടും ക്രിമിനലുകളാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇവരുടെ ചിത്രങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. 5 പ്രതികളുടെ ചിത്രങ്ങളാണ് ഇന്ന് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അതുൽ, യാരി, ഹരി, രാജപ്പൻ എന്നിവർ കൂടാതെ പങ്കജ് എന്ന ആളുടെയും കൂടി 5 ഫോട്ടോകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് 1-ാം പ്രതി അലുവ അതുൽ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ പ്യാരി എന്ന ആളും കൂടിയുണ്ട്. ഇവര് കൊടും ക്രിമിനലുകളാണെന്നാണ് പോലീസ് അറിയാൻ കഴിയുന്നത്. MDMA അടക്കം കൈവശം വെച്ച് വിപണനം നടത്തിയ ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിൽ ഇവരുടെ പേരിലുണ്ട്. ഇതിൽ ഈ ഗുണ്ടാ നേതാവാണ് പങ്കജ് നൽകിയ കൊട്ടേഷനാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൃത്യമായുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുന്നു. ഇത്രയും മണിക്കൂറുകൾ ആയിട്ട് പോലും ഇതുവരെയും ഈ പ്രതികളെ കുറിച്ചൊരു തുമ്പും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇവർക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ ഒരിക്കലും പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. 18-അംഗ അന്വേഷണ സംഘം, 18-അംഗ സംഘങ്ങൾ അടങ്ങിയ വലിയൊരു പോലീസ് ടീമാണ് ഇതിന്റെ പിന്നിലേക്ക് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ജില്ലാ അതിർത്തിയിൽ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ
സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിർത്തി കേന്ദ്രങ്ങളിൽ സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിച്ചുള്ള അന്വേഷണമാണ് ഇവർക്കെതിരെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രതികൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞ സ്ഥലമുണ്ട് ഓച്ചിറയിലെ. ആ സ്ഥലം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സമീപത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ പോകാൻ സാധ്യതയുള്ള തീർച്ചയായും വിനീഷ്, ഈ കൊലപാതകം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്. അതിനുശേഷം ഇതിന്റെ വിവരങ്ങളിലേക്ക്, ഇതിന്റെ അന്വേഷണത്തിലേക്ക് പോലീസ് കിടക്കുന്നത് രാവിലെ കൂടിയാണ്. അതായത് ഈ മണിക്കൂറുകൾ, ഏകദേശം ഒരു 3-4 മണിക്കൂറുകളുടെ ഒരു വ്യത്യാസം. അതിനിടെ ഇവർ ജില്ല വിടാനുള്ള സാധ്യതയില്ലേ? നിലവിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നുവല്ലോ. പോലീസിന്റെ നിലവിലുള്ള അന്വേഷണം സ്വാഭാവികമായും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. ഇവർ ഏതൊക്കെ ഭാഗങ്ങളിലേക്കായിരിക്കാം പോകാനുള്ള സാധ്യത? ഒന്നിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? 4 പേരും ഈ കൃത്യത്തിൽ ഏർപ്പെട്ട 4 പേരും 4 ഭാഗങ്ങളിലേക്കായി പോകാനുള്ള സാധ്യതയാണോ പോലീസ് കാണുന്നത്? അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ടോം. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2:30 കൂടിയാണ് കരുനാഗപ്പള്ളിയിൽ കൃത്യം നടക്കുന്നത്. സന്തോഷിനെ കൊലപ്പെടുത്തിയ പ്രതികൾ അവിടെ നിന്നും വവ്വാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാണ് അനീറിനെ വകവരുത്താനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ അനീറിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. കഴിഞ്ഞ ദിവസം തന്നെ അനീറിന്റെ മൊഴിയും പുറത്തു വന്നിരുന്നു. കാരണം ഈ പോലീസ് അനീർ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിൽ എത്തുകയും അനീറിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പ്രതികളെ കുറിച്ചൊരു തുമ്പും കിട്ടിയിട്ടില്ല. അനീർ പോലീസിന് മൊഴി നൽകിയത് തനിക്ക് കണ്ടാൽ അറിയാവുന്ന ഒരാളാണ് തന്നെ വകവരുത്തിയതെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അലുവ അതുൽ എന്ന ആളുടെ പേരും പറയുന്നുണ്ട്. അലുവ അതുലും അതിനോടൊപ്പം 2 പേരും വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും തന്നെ വകവരുത്താനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. അതുപോലെ തന്നെ കാല് ഗുരുതരമായിട്ട് അടിക്കുകയും ചെയ്തു എന്ന് പറയാം. അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കൃത്യം നടത്തിയ രീതിയും അതുപോലെ തന്നെയാണ്. ഈ പ്രതിയെ അനീറിനെ ആക്രമിച്ച രീതിയും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രതികളുടെ ഒരു രീതി ഇങ്ങനെ തന്നെയാണോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസിന് എന്തായാലും കൃത്യമായ ഒരു വിവരം ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ സമീപങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയിട്ടും കാര്യമായ പുരോഗതികൾ ലഭ്യമാകുന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും. പക്ഷേ ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ അനീറിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏറ്റവും വ്യക്തമാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 4 പേരും സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുമുണ്ട്. തൊടുപുഴയിലെ വ്യാപാരിയായ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. മൃതദേഹം മാൻഹോളിൽ തള്ളുന്നതിന് മുൻപ് 1-ാം പ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ചതായി പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ 4 പ്രതികളെയും 1-ാം പ്രതി ജോമോന്റെ വെട്ടിമറ്റത്തുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച ശേഷം ജോമോന്റെ വീട്ടിലെത്തിച്ചുവെന്നാണ് മൊഴി. ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. PA സാഗർ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്നും വിവരങ്ങളുമായി. സാഗർ, ഈ 1-ാം പ്രതിയായിട്ടുള്ള ജോമോൻ നൽകിയ കൊട്ടേഷനാണ് ബിജു ജോസഫിന്റെ കൊലപാതകത്തിന് കാരണമായതെന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതായത് ജോമോന്റെ വീട്ടിൽ ഈ മൃതദേഹം എത്തിച്ചത് അവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ അതോ ജോമോന്റെ വീട്ടിൽ വെച്ചാണോ ഈ മരണം നടന്നത്? ടോം, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് തൊടുപുഴയിൽ കൊട്ടേഷൻ കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ജോമോനാണ് ഇത്തരമൊരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊടുത്തതും. ഇതിൽ പ്രതികളായ 4 പേരാണ് പ്രതികളായിട്ടുള്ളത്. അതായത് 1-ാം പ്രതി ജോമോൻ, മറ്റു പ്രതികളായ മുഹമ്മദ് അസ്ലം, ആഷിഖ് ജോൺസൺ, ജോമിൻ ഇവർ ചേർന്നാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയതും കൊലപ്പെടുത്തിയതും. ഇതിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ 1-ാം പ്രതി ജോമിൻ, മുഹമ്മദ് അസ്ലം ഈ 3 പേരെയും പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ മറ്റൊരു 2-ാം പ്രതിയായ ആഷിഖ് ജോൺസൺ ഒരു കേസിൽ കാപ്പ കേസിൽ ജയിലിലായിരുന്നു. ഇയാളെ ഇന്നലെയാണ് തൊടുപുഴ പോലീസ് അവിടെ വിയൂർ ജയിലിലെത്തി അറസ്റ്റ് ചെയ്തതും തൊടുപുഴ കോടതിയിൽ ഹാജരാക്കിയതും. പിന്നീട് തൊടുപുഴ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. നേരത്തെ തന്നെ മറ്റു 3 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ആഷിഖിനെ കൂടി എത്തിച്ചതോടെ ഈ 4 പ്രതികളെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് കഴിഞ്ഞ ദിവസം മറ്റു 3 പ്രതികൾ നൽകാതിരുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചത്. അതായത് ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ ജോമോന്റെ 1-ാം പ്രതി മുഖ്യപ്രതിയായ ജോമോന്റെ
വീട്ടിലെത്തിച്ചിരുന്നു എന്നാണ് ആഷിഖ് പോലീസിന് നൽകിയ മൊഴി. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 4 പേരെയും ഒരുമിച്ച് തന്നെ തൊടുപുഴ പോലീസ് ജോമോന്റെ വെട്ടിമറ്റത്തുള്ള വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ഇവർ ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിലെത്തിച്ചിരുന്നു. തുടർന്ന് ശരീര പരിശോധന, ഈ ബിജുവിന്റെ ദേഹ പരിശോധന നടത്തി. ഈ പരിശോധന ആ ഒരു പരിശോധനയിലാണ് ബിജു കൊല്ലപ്പെട്ടതായി ഇവർ 4 പേരും മനസ്സിലാക്കിയത്. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ ഫോറൻസിക് സംഘം അടക്കമാണ് ജോമോന്റെ വീട്ടിലെത്തിയത്. ഈ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ ജോമോന്റെ വീട്ടിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. തറയിലും, അതായത് ജോമോന്റെ വീട്ടിനുള്ളിൽ ഒരു മുറിയിൽ നിന്ന് തറയിൽ ഭിത്തിയിലുമായിട്ട് രക്തക്കറ കണ്ടെത്തി. അതുപോലെ തന്നെ മുടിയുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജോമോന്റെ തന്നെ വീട്ടിലെ ഒരു മുറിയിലാണ് പ്രതികൾ ഈ ബിജുവിനെ അന്ന് കിടത്തിയത്. അതിനുശേഷമാണ് ദേഹപരിശോധന നടത്തി മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് ഇവർ ജോമോന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലേക്ക്. അങ്ങനെയെങ്കിൽ സാഗർ, ബിജുവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കേണ്ടതല്ലേ? ജോമോന്റെ വീട്ടിലേക്ക് ബിജുവിനെ എത്തിച്ചുവെങ്കിൽ ബിജുവിന്റെ കുടുംബാംഗങ്ങൾ ഇത് അറിഞ്ഞിരുന്നോ? ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക്, ബിജുവിന്റെ ബന്ധുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? ഈ ജോമോന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇനി പ്രധാനമായും കടക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പ്രതികള് ശനിയാഴ്ച തന്നെ പോലീസ് ബിജുവിനെ കാണാതായി എന്നൊരു പരാതി നൽകി. തുടർന്ന് ആ സമയത്ത് തന്നെ മറ്റു പ്രതികളെല്ലാം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിലുള്ള പ്രതികളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ 3 പേർ കസ്റ്റഡിയിലുണ്ടായിരുന്നു. മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇവരൊന്നും നൽകാത്തൊരു വിവരമാണ് ഇന്നലെ ഈ 2ാം പ്രതിയായ കൊട്ടേഷൻ സംഘാംഗവും കാപ്പ കേസിൽ പ്രതിയും വിയ്യൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായ ആഷിഖ് ജോൺസൺ ഇത്തരത്തിലൊരു മൊഴി നൽകിയത്. ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹം ഇവർ വീട്ടിലെത്തിക്കുന്നു. വീട്ടിലെത്തിച്ചതിന് ശേഷം മരിച്ചോ എന്ന് ഉറപ്പുവരുത്തുവാനായി ദേഹപരിശോധന നടത്തി എന്നുള്ള ഒരു കാര്യമാണ് പുതുതായി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് മറ്റു 3 പ്രതികൾ പോലീസിന് നൽകാതിരുന്നത്. ഇതേ തുടർന്ന് തന്നെയാണ് ഇന്ന് ജോമോന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ രാവിലെ പോലീസ് എത്തി പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ, ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതടക്കം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിൽ ഇതിൽ ഇനിയും മറ്റു ഒരാളെ കൂടി പ്രതി ചേർക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും വൈകിട്ടോടുകൂടി ഒരാൾ കൂടി ഇതിൽ പ്രതിയാകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ജോമോന്റെ വീട്ടിലെത്തിച്ച ശേഷം തെളിവുകളും മറ്റും നശിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ മൃതദേഹത്തിലുണ്ടായിരുന്ന രക്തക്കറകളും രക്തവും മറ്റും തുടച്ചു നീക്കി. ഇതിനുശേഷമാണ് ജോമോന്റെ ഉടമസ്ഥതയിൽ ഉള്ള ഗോഡൌണിൽ എത്തിച്ച മൃതദേഹം മാൻഹോളിലേക്ക് പ്രതികൾ തള്ളിയിട്ടത്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു കാര്യമാണ് ജോമോന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചു എന്നുള്ളത്. മൃതദേഹം വീടിനുള്ളിലേക്ക് ഈ 3 പേർ ചേർന്ന്, പ്രതികളായ 3 പേർ, ജോമോനും ആഷിഖും ചേർന്ന്, മുഹമ്മദ് അസ്ലം ചേർന്നാണ് മൃതദേഹം ജോമോന്റെ വീടിനുള്ളിലേക്ക് എത്തിച്ചത്. തുടർന്നാണ് ഇവർ ദേഹപരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയ സമയത്ത് ഈ 3 പേരുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ മറ്റാരുടെയും സഹായം ഉണ്ടോ ഇവർക്ക് എന്നുള്ളതെല്ലാമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിലൊരു കൃത്യമായ വിവരം പോലീസ് നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേസിൽ ഇനിയും ഒരു പ്രതി കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇവിടെ നിന്നും പ്രതികൾ ഇന്ന് തെളിവെടുപ്പ് നടത്തിയ സമയത്ത് ഈ വീട്ടിൽ നിന്ന് കൂടാതെ ഗോഡൌണിൽ, അതായത് മൃതദേഹം കുഴിച്ചിട്ട് ഗോഡൌണിലും പ്രതികളെ കൊണ്ട് തെളിവെടുപ്പ് നടത്തി. ഈ ഗോഡൌണിൽ നിന്നും പ്രതികൾ സംഭവ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇവർ ബിജുവിനെ മർദ്ദിക്കാനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഇടിവളകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികളായ ജോമിന്റെയും മുഹമ്മദ് അസ്ലമിന്റെയും ഇടിവളകളാണ് പോലീസ് കണ്ടെടുത്തത്. ഇന്നലെ ഈ നടത്തിയ തെളിവെടുപ്പിൽ ഈ 2ാം പ്രതി ആഷിഖ് ജോൺസൺ, വ്യക്തമാണ്, PA സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ വ്യാപാരിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ബിജു കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം മുഖ്യപ്രതിയായിട്ടുള്ള 1ാം പ്രതിയായിട്ടുള്ള ജോമോന്റെ വീട്ടിലെത്തിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. മൊബൈൽ ഫോൺ പ്രധാന തെളിവായാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിയ കേസിൽ 5 സീനിയർ വിദ്യാർത്ഥികളാണ് പ്രതികളായിട്ടുള്ളത്. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ 5 വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തതാണ്. ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ടോം, പൊതുവെ വാർത്തകളായി പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ് കുറ്റപത്രത്തിലും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഏതാണ്ട് 40ഓളം സാക്ഷികളാണ് ഈ കേസിലുള്ളത്. 32 രേഖകൾ ഉണ്ട്. മൊബൈൽ ഫോണാണ് പ്രധാന തെളിവ്. മൊബൈൽ ഫോണിൽ ഈ പരാതിക്കാരുടെ തന്നെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വീഡിയോ ചിത്രീകരിച്ച് മറ്റുള്ളവരിലേക്ക് അയക്കുകയായിരുന്നു ഈ പ്രതികൾ ചെയ്തിരുന്നത്. ഈ മൊബൈൽ ഫോൺ, തെളിവായ മൊബൈൽ ഫോൺ കോടതിയിൽ പോലീസ് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. അതും പ്രധാന തെളിവായി വരികയാണ്. പിന്നീടുള്ളത് ഈ സാക്ഷിമൊഴികളാണ്. എന്തായാലും ഒരു കാര്യം കൂടിയുള്ളത്, ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ? ഈ ഹോസ്റ്റൽ വാർഡനുണ്ട്, ഒപ്പം തന്നെ പ്രിൻസിപ്പളുണ്ട്. ഇവർക്കെതിരെയെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. പക്ഷേ ഇവർ പ്രതികളാകുന്നുണ്ടോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യം. പക്ഷേ ഇവർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ 3 മണിയോടുകൂടി ഗാന്ധിനഗർ SHO ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് 45 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. അതായത് വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് തെളിവുകൾ ഈ പ്രതികളെ ആദ്യം ലഭിക്കുക, ആദ്യ ദിവസം തന്നെ പോലീസ് തന്ത്രപരമായി പിടികൂടുന്നതാണ് കണ്ടത്. ഇവിടെ സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് പോലീസ് വാഹനത്തിൽ നാട്ടിലേക്ക് കടക്കാൻ നിന്ന പ്രതികളെ അങ്ങനെ അങ്ങനെ പിടികൂടുകയായിരുന്നു പോലീസ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പ്രതികൾക്ക് ഇതൊരു അറസ്റ്റിലേക്കാണ് പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കിയത്. അങ്ങനെ തന്ത്രപരമായ അന്വേഷണ സമീപനമൊക്കെ നടത്തിയൊരു കേസാണുള്ളത്. തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസിൽ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് പ്രതികൾക്കുള്ളത്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഈ കീഴ്ക്കോടതിയെ തന്നെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി ആ വിധിയിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 3 മണിയോടുകൂടി ഗാന്ധിനഗറിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടോം. ശ്രീജിത്ത്, തുടക്കം മുതൽ തന്നെ ഈ കോളേജിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായി. കാരണം റാഗിംഗ് സംവിധാനങ്ങളൊക്കെ, ആന്റി റാഗിംഗ് സംവിധാനങ്ങളൊക്കെ കോളേജിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതുപോലെ ഒരു റാഗിംഗ് അവിടെ സംഭവിച്ചുവെങ്കിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതാണല്ലോ. ഈ കുറ്റപത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടോ? പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കോളേജ് അധികൃതരെ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള എന്തെങ്കിലും അവരുടെ ഭാഗത്ത് വീഴ്ചകൾ സംബന്ധിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യത്തിലൊരു വീഴ്ചകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പോലീസിന്റെ കുറ്റപത്രത്തിൽ സ്വാഭാവികമായി എത്തുക കുറ്റം ചുമത്തുന്നതിനുള്ള നടപടികളാണ്. അങ്ങനെ കുറ്റം ചുമത്തുന്നതിനാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തതായുള്ള വിവരം പോലീസിനില്ല. അതായത് ഈ റാഗിങ്ങിൽ നേരിട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല, ഇവർക്ക് അത് സംബന്ധിച്ചുള്ള വിവരവുമില്ല. ടോം നേരത്തെ പറഞ്ഞ പോലെ ഒറ്റവാക്കിൽ ഇതൊരു വീഴ്ച എന്ന നിലയിൽ യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാവുന്നതാണ്. കാരണം ആന്റി റാഗിംഗ് സെല്ലുണ്ട്, സംവിധാനമുണ്ട്, തുടക്കത്തിൽ തന്നെ ഇത്തരം കൗൺസിലിങ്ങുകൾ ഒക്കെ നടക്കുന്നു, ഹോസ്റ്റൽ വാർഡനുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് വീണ്ടും സംഭവിക്കുന്നു. അതും ഈ വയനാട്ടിലെയൊക്കെ പൂക്കോട് വെറ്റിനറി കോളേജിലെയൊക്കെ സിദ്ധാർത്ഥിന്റെ മരണശേഷവും സംസ്ഥാനത്ത് യാതൊരു കൂസലുമില്ലാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് അത് അറിയാൻ സാധിച്ചില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ വകുപ്പ് തലത്തിലുള്ള നടപടി അന്ന് തന്നെ എടുത്തതാണ്. സസ്പെൻഡ് ചെയ്യുന്ന നടപടിയൊക്കെ ഈ ഹോസ്റ്റൽ വാർഡനെയും പ്രിൻസിപ്പലിനെയൊക്കെ എതിരെ നടപടിയെടുക്കുന്നു. ഈ താൽക്കാലിക ജീവനക്കാരനായ ഹോസ്റ്റൽ വാർഡനെ, ഈ ഹൗസ് കീപ്പറെ പിരിച്ചുവിടുന്ന നടപടിയൊക്കെ ഉണ്ടായതാണ്. അതിനപ്പുറം ക്രിമിനൽ നടപടി പ്രകാരം ശിക്ഷിക്കാവുന്ന അല്ലെങ്കിൽ പങ്കുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചുമത്താവുന്ന ഒന്നും ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടോം. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലാണ് പോലീസ് അല്പസമയത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.